മഴക്കാലം വന്നു കഴിഞ്ഞു പല അസുഖങ്ങൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് എലിപ്പനി. എലിപ്പനി മെഡിക്കൽ ടേമിൽ നമുക്ക് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആദ്യത്തെ കാര്യം, അതുപോലെ എലിപ്പനി ഉണ്ടാവുന്നത് ഒരു സ്പൈറോകീറ്റ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. അപ്പോൾ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ജീനസിൽ വരുന്ന ഒരു ബാക്ടീരിയ ആണിത്. അപ്പോൾ ഇത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ചില ഹോസ്റ്റ് അനിമൽസിൽ കൂടെയാണ്. അപ്പം ഈ ഒരു രീതിയാണ് പറയുന്നത് അനിമൽ ബോൺ ഡിസീസ് ഓർ സൂനോട്ടിക് ഡിസീസ് എന്ന് വെച്ചാൽ ചില അനിമൽസിൽ കൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയാസ് ആണ്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് നമുക്ക് വരുന്നത് അവരെ മൂത്രത്തിൽ കൂടെ ചെളിവെള്ളത്തിൽ കൂടെ നമ്മുടെ കാലുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മുറിവോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ കൂടെയാണ് ബ്ലഡിലോട്ട് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഈ സ്പ്രെഡ് ആവുന്ന ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് 5 ദിവസം തൊട്ട് 15 ദിവസം വരെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലഡിൽ കയറി കഴിഞ്ഞാൽ ആ സിംറ്റംസ് ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ ഒരു 5 തൊട്ട് 15 ദിവസം. അത് ചില ആൾക്കാർക്ക് വേരി ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് സിംറ്റംസ് ഇതിലുണ്ടാവുന്നത്? ഇപ്പോൾ മൈൽഡ് സിംറ്റംസിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള പനി, തലവേദന, ശരീരവേദന ആണ് യൂഷ്വലായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ സിവിയറിറ്റി കൂടുമ്പോൾ കഠിനമായ പനി, ശരീരവേദന, മഞ്ഞപ്പിത്തം, ലിവറിനെ അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോഴുണ്ടാവുന്നതാണ് മഞ്ഞപ്പിത്തം. പിന്നെ ലങ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ, അത് മെഡിക്കൽ ടേമിൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോൺ ഓളിഗ്യൂറിക് റീനൽ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് ഉണ്ടാവുന്നത്. അതിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാവാം, പക്ഷേ മൂത്രത്തിൻ്റെ അളവ് യൂഷ്വലി നോർമലായിട്ട് നിൽക്കാറുണ്ട്. ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ മയോകാർഡൈറ്റിസ് എന്നുള്ള ഒരു സ്റ്റേജ്, ബ്രെയിനിനെ ബാധിച്ചു കഴിഞ്ഞാൽ എൻകെഫലൈറ്റിസ് ഓർ മെനിഞ്ചൈറ്റിസ് എന്നുള്ള സ്റ്റേജ് ഉണ്ടാവാം.